അവൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന മക്കളാകും. നിങ്ങളോടൊരു യാചന മാത്രം. രേണുസുധിയെക്കുറിച്ച് ബിഷപ്പ്. ക്യാൻസർ ബാധിതയായ രേണുസുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അഭ്യർത്ഥിച്ചു. വിവാദങ്ങൾ മാറ്റിവെച്ച് രേണുവിൻ്റെ രോഗശാന്തിക്കായി എല്ലാവരും തയ്യാറെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോളുകളും വിമർശനങ്ങളും നേരിട്ട വ്യക്തിയാണ് രേണുസുധി. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് തനിക്ക് ക്യാൻസർ ആണെന്ന് രേണു വെളിപ്പെടുത്തിയതോടെ വിമർശിച്ചവർ അടക്കം അവർക്ക് ആശ്വാസവാക്കുകളും പ്രാർത്ഥനകളുമായി രംഗത്തെത്തി. ഇതിനിടയിൽ കിച്ചു സുധി രേണു തർക്കം വലിയ തോതിൽ നടന്നിരുന്നു. പിന്നാലെ കിച്ചുവിനെതിരെ രൂക്ഷ വിമർശനവുമായി സുധി ലയം വയ്ക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പ് രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധ നേടി. ഇപ്പോഴത്തെ രേണുവിനെക്കുറിച്ച് നോബൽ ഫിലിപ്പ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. രേണുസുധി നല്ല ആരോഗ്യവതിയായി തിരിച്ചുവന്ന് ഋതുദാസ് നല്ലൊരു മാതാവായിട്ടും സമൂഹത്തിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മകളായിട്ടും മാറുമെന്നും അതിനായി എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണെന്നുമാണ് ബിഷപ്പ് പറയുന്നത്. വിവാദങ്ങൾ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ യാചിക്കുകയാണെന്നും ബിഷപ്പ് പറഞ്ഞു. വിവാദങ്ങളൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ. നമുക്കിപ്പോൾ ആവശ്യം രേണുസുധിക്ക് പൂർണ്ണമായുള്ള വിടുതൽ, പൂർണ്ണമായിട്ടുള്ളൊരു സൗഖ്യമാണ്. അവർ നല്ല ആരോഗ്യവതിയായി തിരിച്ചുവന്ന് ഋതുദാസിന് നല്ലൊരു മാതാവായിട്ടും സമൂഹത്തിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മകളായിട്ടും അവൾ മാറാനിടവരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. വിവാദങ്ങൾ പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ വേദനയിലിരിക്കുന്ന രേണുസുധിയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. അതാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നതും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനോടും പ്രത്യേകിച്ചും യാചിക്കുകയാണെന്ന്. നിങ്ങളുടെ വിശ്വാസപ്രകാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ആവശ്യം. പ്രാർത്ഥനയാണ് ഇപ്പോൾ ആവശ്യം എന്നായിരുന്നു ബിഷപ്പിൻ്റെ വാക്കുകൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ രേണുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അവർ നന്നായിട്ട് തിരിച്ചു വരട്ടെ, ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരട്ടെ. കൂടുതലായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.